ഹലോ ഹായ്, ഞാൻ ദിനി ശ്രീനി. ഇന്ന് നമുക്ക് നല്ലൊരു മീൻകറി ഉണ്ടാക്കാം കേട്ടോ. അതിന് വേണ്ട ചേരുവകളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇന്ന് മീൻകറി വെക്കണത് ഞാനല്ല, ചീൻചെണ്ണാണ്. ചട്ടി ചൂടാവുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഉലുവയും കടുകും ഇട്ട് പൊട്ടിക്കാം. ഇതിനിടയ്ക്ക് നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. കൂടെ സബ്സ്ക്രൈബും ചെയ്യണേ. ഉലുവയും കടുകും പൊട്ടി വരുമ്പോൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇത്രയും സാധനങ്ങളിട്ട് ചുവന്നുള്ളി, അതായത് ചെറിയുള്ളിയാണ് ഞങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. ചെറിയുള്ളി ചതച്ച് വെച്ചത് കൂടിയിട്ട് നന്നായി വഴറ്റിയെടുക്കാം കേട്ടോ. അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പ് കൂടി ഇടുന്നുണ്ട്. ഇത് നന്നായി വഴണ്ടി വരുമ്പോൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം കേട്ടോ. മുളക് പൊടിയുടെ കൂടെ കുറച്ച് കാശ്മീരി ചില്ലിയും കൂടെ ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. രണ്ട് പൊടിയും കൂടെ മിക്സ് ചെയ്താണ് ഉപയോഗിച്ചിരിക്കുന്നത്. പുള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഈ പൊടികളും നന്നായി വഴണ്ടി വരുമ്പോൾ മൂത്ത് വരണം. മൂത്ത് വരുമ്പോൾ 2 ചെറിയ തക്കാളി ഞാൻ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അതിൻ്റെ പച്ചമണമൊക്കെ മാറി നന്നായി മൂത്ത് വരുമ്പോൾ കുടംപുളിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. കുടംപുളി കഴുകി വെള്ളത്തിലിട്ടുണ്ടായിരുന്നു. അത് വെള്ളത്തോടു കൂടി തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 3 ചെറിയ കഷ്ണം പുളിയാണ് കേട്ടോ ഉപയോഗിച്ചത് ഞങ്ങൾ. അരപ്പൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ആ പുളി വെള്ളത്തോടു കൂടി തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അരപ്പ് നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട്. അതിനകത്ത് കുറച്ചുകൂടെ വെള്ളം, ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം, മീൻ വേവാനുള്ള വെള്ളം. അത് തള വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഉപ്പ് കൂടി ഇട്ടു. ഇനി തള വരട്ടെ കേട്ടോ. തള വന്നതിന് ശേഷമാണ് മീൻ പറക്കിയിടാം നമുക്ക്. ഇപ്പം തന്നെ നല്ല കളറായി മീൻ കറിക്ക്. ഉപ്പ് പാകത്തിനാണോ എന്ന് നോക്കി. ഇച്ചിരി ഉപ്പിൻ്റെ കുറവുണ്ടായി, ഉപ്പിട്ട് കൊടുത്തു. ഇനി നന്നായി തിളക്കട്ടെ കേട്ടോ. തള വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. തള വന്നതിന് ശേഷമാണ് നമ്മൾ മീൻ കഷ്ണങ്ങൾ ഇടാം കേട്ടോ. ഇത് ഈ മീൻ ഓലക്കൊടിയനാണ്. ഓലക്കൊടിയൻ്റെ നല്ല കട്ടിയുള്ള ദശയുള്ള മീനാണ് കേട്ടോ, മുള്ളൊന്നും ഇല്ലാത്ത. അപ്പം നന്നായിട്ട് തള വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കളറൊക്കെ നല്ല ചുമന്ന കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തള വന്നു. ഇനി മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം കേട്ടോ. മീൻ കഷ്ണങ്ങൾ ഇട്ട് പതുക്കെ ഒന്ന് ഇളക്കി പാകത്തിനാക്കാം. അതിന് ശേഷം നന്നായി മൂടി വെച്ച് തള വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇടയ്ക്ക് ഇത് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ഒരു 10 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടാനാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. മീൻ നന്നായിട്ട് തിളയൊക്കെ വന്ന് നല്ല മണവും ഉലുവയുടെയും മുളക് പൊടിയുടെ എല്ലാത്തിൻ്റെയും നല്ലൊരു മണമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല പാകത്തിന് നല്ല കളറായി വന്നിട്ടുണ്ട്. ഒന്ന് ചിറ്റിച്ച് കൊടുക്കാം നമുക്ക്. ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട്. എണ്ണയൊക്കെ മുകളിൽ തെളിഞ്ഞ് നല്ല പാകത്തിനായിട്ടുണ്ട്. ഇനി ഒരു 2 മിനിറ്റും കൂടെ നമുക്ക് ഒന്ന് വേവിക്കാം കേട്ടോ. കൂടെ ഞങ്ങളും കൂടെ ഉപ്പ് നോക്കി എങ്ങനെയുണ്ടെന്ന് അറിയാനായിട്ട്. അപ്പോൾ പാകമാണ്, ഉപ്പൊക്കെ പാകമാണ്. ഉണ്ടോ കളറൊക്കെ നോക്കി, എന്തൊരു സൂപ്പർ കളറായിട്ടാണ് വന്നേക്കണത്. അപ്പം നമ്മുടെ മീൻകറി റെഡിയായി. ഇനി നമുക്കത് ഗ്യാസ് ഓഫ് ചെയ്ത് വയ്ക്കാം. അപ്പം നമ്മുടെ മീൻകറി റെഡി.